എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നമസ്കാരം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുട്ടികൾ അവർ പഠിക്കുന്നു, അവർക്ക് വലിയ തരത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിലോട്ട് എത്തണം. ആർക്കായാലും സ്വന്തം മക്കളോട് സ്നേഹം വരും. ആ സമയത്ത് രാജ്യത്ത് ഹിറ്റ്ലറെ പോലുള്ള ഒരു ഏകാധിപതി രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. ശേഷം ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, നിങ്ങളവരുടെ എല്ലാവരും അച്ഛനമ്മമാരായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും നിങ്ങളെ മക്കളെ വലിയ ഉന്നതിയിലെത്തി കാണാൻ നാളെയുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ടും ISROയുടെ ചെയർമാനായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ നാസ പോലുള്ള വലിയ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള വലിയ IT സെക്ടറുകളിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നിങ്ങളെ മക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള എന്താ പറയുക സംതൃപ്തി ഉണ്ടാകും. അതിലുപരി സ്വന്തം മക്കളാണ്, എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണെന്ന് ആവേശത്തോടു കൂടി മറ്റുള്ളവരോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആഭിജാത്യം ഉണ്ടാകും എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഇപ്പം ഈ പറയപ്പെട്ട പോലെ നിങ്ങൾക്കും ഒരുപാട് മക്കളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസിക്കും നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും മക്കളുണ്ടാവും. അവർ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഉന്നത പോസ്റ്റുകളിൽ എത്തണമെങ്കിൽ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. കൃത്യമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കേണ്ടത് തന്നെ വേണം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നീട് അങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി UG, PG, ഇങ്ങനെ പലതരത്തിലുള്ള എക്സാമുകളുണ്ട്. PhD അടക്കമുള്ള പലതരത്തിലുള്ള എൻട്രൻസുകളോട്ട് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു പെരുമാറ്റം വേണ്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മോദിക്കെതിരെയുള്ള ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് അടക്കമുള്ള പല എക്സാം പേപ്പറുകളും പലവട്ടം ചോർന്നു എന്ന് മാത്രമല്ല, അത് ഈ പറഞ്ഞ പോലെ പല നേതാക്കന്മാർക്കും മുൻകൂട്ടി കിട്ടി, പല എക്സാം ഏജൻസികൾക്കും പല ട്യൂഷൻ സെൻറ്ററുകൾക്കും മുൻകൂട്ടി ഈ സാധനങ്ങൾ കൊടുത്തു എന്നുള്ളതൊക്കെയാണ് മോദിക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള അലിഗേഷനായി വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മനസാക്ഷിയുള്ള ഏതൊരാൾക്കും സ്വന്തം കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടായി കാണാൻ ഒരാൾ പോലും ആഗ്രഹിക്കില്ല. ആ സമയത്താണ് ഒരു വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും വലതുപക്ഷ സഹയാത്രികനുമായ TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമരത്തിൽ പങ്കെടുത്ത യുവാക്കൾക്കെതിരെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐ വിൽ ഇമ്പോസ് ദ കർഫ്യൂ. ഞാൻ അവിടെ ആദ്യമായി ഒരു കർഫ്യൂ ഇമ്പോസ് ചെയ്യും, അതായത് കൂടി നിൽക്കുന്നതെല്ലാം നിരോധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് 4 സ്ക്വയർ കിലോമീറ്റർ ഇത്തരത്തിലുള്ള കർഫ്യൂ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ 3 തവണ അവരോട് ഞാൻ പറയും പിരിഞ്ഞു പോകാൻ പറയും. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കൾ ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയിട്ട് സമരത്തിന് ഇറങ്ങുന്നു. ബാക്കി ആരും സമരത്തിന് ഇറങ്ങാനല്ല. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാവർക്കും വാർദ്ധക്യം വരുന്നു. അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു നിവൃത്തിയും ഒരു ഗതികേടും ഇല്ലാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സമരരംഗത്തോട്ട് ഇറങ്ങുന്നു. കാരണം അവർ വേറൊന്നും, അവർക്ക് പൈസ വേണമെന്നോ ഒരു കാര്യം അവർ ആവശ്യപ്പെടുന്നില്ല. അവർക്ക് കൃത്യമായി അവർ പഠിക്കുന്ന കാര്യങ്ങൾ, എക്സാമുകൾ കൃത്യമായി എഴുതി അതിന് വേണ്ട ഒരു പൊസിഷനിലൂടെ അവർക്ക് എത്തണം. അതിന് ഈ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥലങ്ങളിലിരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ അതിന് സൗകര്യം ഒരുക്കേണ്ടതാണ്. പക്ഷെ അവരിത് ഒരുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ രോക്ഷം കൊണ്ട് പരസ്യമായി രംഗത്തിറങ്ങും. അതിനാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വിവാദപരമായ പരാമർശം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പരാമർശം കൂടി വന്നതോടുകൂടി ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇതിനെതിരെ രംഗത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളെല്ലാം കൂട്ടമായി രാജ്യതലസ്ഥാനത്തോട്ട് എത്തുന്നു. വലിയ തരത്തിലുള്ള സമരങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നു, നിരാഹാര സമരം കാഴ്ചവെക്കുന്നു. അപ്പം ഇദ്ദേഹത്തെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകനും വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും BJPയുടെ സന്തത സഹചാരിയും BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന BJPയുടെ നേതാവ് കൂടിയായ അദ്ദേഹത്തിന് BJPയിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊസിഷനുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം വലിയ തരത്തിലുള്ള സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഞാൻ ഈ കർഫ്യൂ, എൻ്റെ മോദി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ മോദി ഇങ്ങനെയല്ല, ഇതല്ല എൻ്റെ മോദി, മറ്റൊന്നൊക്കെയാണ് എൻ്റെ മോദി എന്നുള്ളത് വലിയ തരത്തിൽ സങ്കടത്തോടു കൂടി അദ്ദേഹം പറയുന്നു. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാനായിരുന്നു അവിടെ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കർഫ്യൂ ഐ വിൽ ഇമ്പോസ് ദ കർഫ്യൂ, ദെൻ ഐ വിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യുന്നത് മാത്രമല്ല
അവിടെ 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. അതിനപ്പുറം 3 പ്രാവശ്യം ഞാൻ അവരോട് അനൗൺസ്മെൻറ്റ് ചെയ്യും, എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകണം. എന്നിട്ടും അവർ പിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കാൻ ഷൂട്ട് ചെയ്യാൻ ഓർഡർ ഇടും. അതിൽ ഒരുപാട് പേര് ചത്തുപോകും, മരിച്ചു പോകും. പിന്നീട് വരുന്നവർക്ക് ഒരുപാട് പേർക്ക് അംഗവൈകല്യം സംഭവിക്കും, അതായത് ഡിസേബിൾഡ് പേഴ്സൺ ആയി മാറും. കാരണം വെടിവെക്കുമ്പോൾ ചില ആൾക്കാരുടെ കണ്ണിനായിരിക്കും കൊള്ളുക, ചില ആൾക്കാരുടെ നെഞ്ചിനായിരിക്കും കൊള്ളുക, ചില ആൾക്കാർക്ക് കാലിനായിരിക്കും കൊള്ളുക. അപ്പോൾ ഒരു പരിധിവരെ കാലിനൊക്കെ അതീവപരമായി വന്നു കഴിഞ്ഞാൽ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലോട്ട് പോകും, കൈ മുറിച്ച് കളയേണ്ട ഒരു കണ്ണിൻ്റെ കാഴ്ച പോകും, ചിലപ്പം ചെവിടെ കർണപടം തൊട്ടി കഴിഞ്ഞാൽ കർണപടം അടിച്ച് പൊട്ടിപ്പോവും. ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇഷ്യൂയിലോട്ട് പോകും. അങ്ങനെ കുറച്ച് പേര് അംഗവൈകല്യം, ഒരു 10-20,000 പേര് മരിച്ചു പോകുമായിരിക്കാം, ഒരു 40,000-50,000 പേര് ഡിസേബിൾഡ് പേഴ്സൺ ആയിരിക്കാം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ അതിന് ഉത്തരവിടും. എന്നിട്ടോ ബാക്കി വരുന്ന മരിച്ച ഈ ശവശരീരങ്ങളുണ്ടല്ലോ, ശവകുടീരങ്ങൾ, ഇതെല്ലാം ഞാനൊരു വണ്ടിയിൽ ആംബുലൻസ് തട്ടിക്കയറ്റി കൂട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ എത്രത്തോളം മതപ്പതിച്ച അധമഭാവ തലങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പം ഒരു BJP നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു വലതുപക്ഷ നിരീക്ഷകൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇതിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അത് ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, അത് കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, അത് ഈഴവനായിക്കോട്ടെ, അല്ലെങ്കിൽ ഉയർന്ന നായരായിക്കോട്ടെ, അത് മുസ്ലിം ആയിക്കോട്ടെ, അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും തന്നെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അവർ കേന്ദ്ര സർക്കാരിന് ചെയ്യാനുള്ളത്. അപ്പം ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്, എനിക്കറിയുന്നില്ല അദ്ദേഹത്തിന് മക്കളുണ്ടോ എന്നറിയില്ല. സ്വന്തം മക്കൾക്കാണ് ഈ സാധനം സംഭവിച്ചതെങ്കിൽ സ്വന്തം മക്കൾ ഈ പറഞ്ഞ പോലെ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം ഇത്രമാത്രം ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ നീറ്റ് പരീക്ഷ എഴുതുന്നു, അത് കൃത്യമായി ഇടവേളകളിൽ പല വട്ടങ്ങളായിട്ട് ചോദ്യപേപ്പർ ചോർന്നു പോകുന്നു, ഇനി ഒരു നിവൃത്തമില്ലാണ്ട് പരസ്യമായി അവർ രംഗത്തോട്ട് വരുന്നു, അവരെല്ലാവരും രാജ്യതലസ്ഥാനത്ത് ആ നീറ്റ് പരീക്ഷയ്ക്ക് ഉത്തരവാദി ആരാ? സ്വാഭാവികമായിട്ടും അത് നടത്തുന്ന ഏജൻസികളും, ആ ഏജൻസികൾ കൈകാര്യം ചെയ്യേണ്ടതാരാ? സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ധർമ്മേന്ദ്ര പ്രധാനിലോട്ട് കൈ ചൂണ്ടുന്നു. അവരെല്ലാം ഡൽഹിയുടെ തലസ്ഥാന നഗരികളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിന് മുതിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൾക്കോ മകൻക്കോ ആണ് അവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്വന്തം മകളെ കൊല്ലാൻ, സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുമോ? ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ എൻ്റെ മാത്രം മകൻ എന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ പൊതു സ്വത്താണത്. നാളെയുടെ വാഗ്ദാനങ്ങൾ, നാളെയുടെ ISROയുടെയും DRDOയുടെയും അതുപോലെ തന്നെ പല ഉന്നത തലങ്ങളിലോട്ടും എത്തിച്ചേരേണ്ട മക്കളെ ഇത്തരത്തിൽ പച്ചക്ക് കൊന്നു കൊലവിളിച്ച് അവരെ ഇല്ലാണ്ടാക്കണം, വെടിവെച്ച് കൊല്ലണം, എന്നിട്ട് അവരെ ശവകുടീരങ്ങൾ കൂട്ടിയിടണം, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളണം, കുറേ ആൾക്കാർക്ക് അംഗവൈകല്യം സംഭവിക്കും. ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ എങ്ങനെയാണ് ഒരു മാധ്യമം? എനിക്കറിയുന്നില്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ പഠിച്ചത് എൻ്റെ UG PG എല്ലാം ഞാൻ ജേർണലിസത്തിലാണ് പഠിച്ചത്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ടും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ആളൊന്നും ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ 4 അയലോക്കം നീക്കാൻ കഴിവില്ലാത്തവനായിരിക്കാം ഞാൻ. അപ്പം ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും ഒരുപാട് ഓണം കൂടുതലുണ്ട് ആളായിരിക്കാം അദ്ദേഹം. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ പറഞ്ഞ കാര്യം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ വലിയ തരത്തിലുള്ള സ്ഥലങ്ങളിലോട്ട് എത്തിക്കാണണം എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും BJP സന്തത സഹചാരികളും BJP സഹയാത്രികരും ആലോചിക്കേണ്ടത്, അവർക്കും മക്കളുണ്ട്. നാളെ ഈ പറഞ്ഞതുപോലെ അവരെ മക്കൾ മരിക്കുമ്പോൾ അവർ ഈ നിലപാട് തന്നെ ആയിരിക്കുമോ പറയുക എന്നുള്ള വലിയ സാധനം കിടക്കുന്നുണ്ട്. അവരെല്ലാം രാജ്യദ്രോഹികളാക്കി ഈ പറഞ്ഞ പോലെ മുദ്ര കുത്തുമോ, അതുപോലെ തന്നെ UAPA ചുമത്തി അവരെയൊക്കെ അകത്തിടുമോ എന്നുള്ളത് കൂടി അദ്ദേഹം പറയേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കില്ല, ഒട്ടുമിക്ക മനുഷ്യർക്കും ഈ പറഞ്ഞ പോലെ അത് മാധ്യമപ്രവർത്തകനാവണമെന്നില്ല, രാഷ്ട്രീയ നിരീക്ഷകനാകണമെന്നില്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആവണമെന്നില്ല. മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വത്തോട് അല്ലെങ്കിൽ മനുഷ്യനോട് കൂടെ നിൽക്കും. മാനവരക്തം അത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ പിച്ച് ചീന്താൻ ആരും അനുവദിക്കുന്ന ഒന്നല്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വർഗീയ പരാമർശം, മനുഷ്യനെ മനുഷ്യനായി കാണാണ്ട് വർഗീയതയുടെ പേരിൽ മാത്രം കാണുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടേണ്ട ഒന്ന് തന്നെയാണ്.